ഷസാമിൽ കണ്ടു. ഷസാമണ്ണൻ ഫാൻസ് ദുബായ് കറാമ മൂല. അപ്പൊ എന്തല്ല പുതിയ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് യൂട്യൂബില്. കൈ കാണണ്ടാ കണ്ടാൽ വിഷയമല്ല. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എന്റെ എല്ലാ ഹറാമി ഫ്രണ്ട്സും ഉണ്ട് ഇവിടെ, എല്ലാരും ഉണ്ട്. ഇതാ ഇവിടെ ഒരുത്തൻ. എന്തൊക്കെയാ ഇതൊക്കെ ആയിട്ട് പരിപാടികള്? ഞങ്ങളിങ്ങനെ ദുബായ് മോളിലോട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇവിടെ അരികില അവനെ കാണിക്കാൻ വേണ്ടിട്ട് പറയുന്നുണ്ട്. അരികില അങ്ങോട്ട് നോക്കി, ഇതാ ഇങ്ങോട്ട് നോക്കിയേ. ഓ ഇൻവെർട്ടർ ആണ് ഓന്, ഇൻട്രോവേർട്ട്. അപ്പൊ ഓനെ കാണിക്കണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോ ഓൺ ദ വേ ആണ്. ഇപ്പൊ ഇത് കറാമയിലാണുള്ളത്. ഊരണ്ട ഊരിയിലെങ്കിലും ഒക്കെ കണക്കന്നെ. അപ്പൊ ഇവ രീതിയിലെടുത്തൊരു ഫോട്ടോ ഉണ്ട്, ഞാൻ ഇവിടെ കാണിക്കാം. ഓക്കെ, എടാ ഈ ഡോർ തുറന്നിക്കണ അറിയാനെ അടഞ്ഞില്ലേ? ഡോറ് തുറന്നാലും നയിച്ചല്ലേ, പുറത്തേക്ക് പോയൊന്നും സംഭവിക്കാനല്ലോ. ഇൻഷുറൻസ് ഉണ്ട് കേട്ടാ. ഡെത്ത് എത്ര സിആറ്? 1 കോടി. 1 കോടി രൂപ. 1 കോടി പറ്റി എന്ത് കിട്ടിട്ടാ? എടാ എങ്ങനെ മരിച്ചാലും കിട്ടും. ആക്സിഡന്റ് ആണെന്നില്ല. ഞാൻ കുറുപ്പത്തെ വരി കൊന്നാലോ? ഇത് 1 കോടിക്കോ? മിനിമം 1 കോടിക്കോ? 1 കോടി പറഞ്ഞപ്പോ കൊലപാതകത്തിന്റെ പ്ലാനിങ് ഒക്കെ ചെയ്യും. പുറത്തിറങ്ങി 32 കോടി കൊടുക്കണം അവിടെ. സൈക്കിളോടൊക്കെ ഉള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ചെറുതായിട്ട് റോഡ് മാറി. ഇതിപ്പോ 6 പാടില്ല. എന്ത് ഫ്ലഫി സ്റ്റേക്കേഷൻ. നിങ്ങളുടെ പടം കാണാൻ പറ്റുന്നത് ഏതോ കാട്ടാളാൻ. അയ്യോ ഓർമ്മിക്കില്ല പൊന്നെ. അതെ പടം കുഴപ്പമൊന്നുമില്ല. എങ്ങണ്ടായത് പറയ്. അനാൻഷക്ക് അത്യാവശ്യം ഓന്റെ ആദ്യത്തെ മൂവി അല്ലടാ. അതെ അങ്ങനെ തന്നെ അല്ല, ആദ്യത്തെ മൂവി ആവുമ്പോ അങ്ങനെ തന്നെ ഉണ്ടാവില്ല. ക്യാമറയുടെ മുമ്പിലാണ് നിൽക്കുമ്പോ അതിന്റെ അത് അങ്ങനെ തന്നെ അല്ലേ. തല ചതിരിക്കുന്ന സീനില്ല, അതൊക്കെ നല്ല 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 സീൻ ഉണ്ടോ? ഡ്രൈവിംഗ് ചേസിംഗ് നല്ല നല്ല സീനൊക്കെ ഉണ്ട്. ചേസിംഗ് നല്ല സീനൊക്കെ ഉണ്ടോ? എനിക്ക് ഒന്നല്ല, സാധാ നോർമൽ വണ്ടി ഓട്ട പിക്കപ്പ് ഒക്കെ. അങ്ങനെ സ്പീഡൊന്നും ഇല്ലാതെ. ആന്റണി പെപ്പന്റെ ഒപ്പുണ്ട് എപ്പോഴും. അതുപോലെ സ്ക്രീൻ പ്രസൻസ് പോലെ ടൈം അഭിനയിക്കണ ഒരാളാണ്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. സ്ക്രീൻ അനാൻഷാക്കെന്തോ ഇപ്പൊ ഒരു കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ പടം കഴിഞ്ഞ് വരുമ്പോണ്ടല്ലോ ഞങ്ങക്ക് ക്യാമിയോ റോൾ കിട്ടി. ജീവിതത്തിൽ ഒരു ക്യാമിയോ കിട്ടി. ഞങ്ങൾ കാൾമി ഷസാമിൽ കണ്ടു. ഷസാമണ്ണൻ ഫാൻസ് ദുബായ് കറാമ മൂല. ഷസാമിന്റെ ഫോട്ടോ ഒക്കെ എടുത്തു. ഷസാമണ്ണൻ കൂൾ മനുഷ്യൻ അല്ലേ? വയറുണ്ട് കേട്ടോ ഷസാമണ്ണ. ഞാൻ ഫോട്ടോത്തിൽ കണ്ടപ്പോ ഒന്ന് കുറഞ്ഞു. അത് ഫോട്ടോത്തെ കാണും മാത്രമേ തോന്നുള്ളൂ. ഗായ്സ് നമ്മളെ വണ്ടിയിലേക്ക് പെട്രോൾ അടിക്കാൻ ടൈം ആയിട്ടുണ്ട്. ഒരു ടാബി കാർഡ് 4 മാസം. അങ്ങനെയൊക്കെ സെവൻ സീറ്റർ വണ്ടിയിൽ ഇരിക്കണ പോലെയാണ്. ബാക്കി ഇരുന്ന സ്റ്റാൻഡേർഡ് പറയും കൊച്ചി. ഇത് ഒറിജിനൽ ആണ്. ഇത് ഒറിജിനൽ ആണ്. എല്ലാ സ്പെക്കും വെക്കാനുള്ള സ്റ്റാൻഡുകളെ കാണിച്ചുതരാം. ഇവിടെ ഒന്ന് കീറി വെച്ചിട്ടുണ്ട്, ഇവിടെ ഒന്ന് ഇവിടെ കീറിയിട്ടുണ്ട്, ഇവിടെ കീറി. ഇനി ഇത് വെക്കാനുള്ള കീറല ഇവിടെ. നമ്മള് ദുബായ് മാൾക്കാണ് പോണ്ട. ഈ നായി ഫ്രണ്ട് സീറ്റിലേ ഇരിക്കുള്ളൂ എന്നാ പറയണത്. ഓനവിടുന്ന് അളക്കാൻ പറ്റൂല. ഇന്നൊക്കെ ഒടുക്കത്തെ തിരക്കുണ്ടാവട്ടെ. ദുബായ് മോളില് നല്ല തിരക്കേക്കാണ്. റോഡ് അറിയണേ ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ മുന്നിൽ നിൽക്കുന്നത് കേട്ടോ. ദുബായ് റോഡ് അറിയണ്ടേ? എപ്പോഴും ലൊക്കേഷൻ നോക്കുമ്പോ ഇപ്പൊ അബുദാബിയാണ്, എനിക്ക് റോഡ് അറിയില്ല. ദുബായ് മോൾ ഇവിടുന്ന് കാണാൻ ഞാൻ ഫ്ലാഷ് ഓഫ് ആക്കി സൂം ചെയ്ത് തരാം. 1 മിനിറ്റ്. അല്ല ദുബായ് മോളല്ല, ബുർജ് ഖലീഫ. അത് ബുർജ് ഖലീഫാണ്. രസകരമായ സിറ്റികളിലൂടെ
സിറ്റിയുടെ നടുവിലൂടെ ഞങ്ങൾ വാഹനം ഓടിക്കുന്ന പൾബർ മുന്നിലതാ വാഹനം ഓടിക്കുന്ന പൾബർ ഞങ്ങളുടെ പൾബർ വാഹനം ഓടിക്കുന്നു രസകരമായ സിറ്റി പൾബർ ഇൻഡോ ദുബായ് അല്ലല്ല നരച്ച് കണ്ടു പണ്ട് പശ്ചിമഘട്ടങ്ങളെ മരനിരകൾ നിരത്തിക്കൊണ്ടുണ്ടാക്കിയ ഈ സിറ്റികളിലൂടെ ഒരു നീണ്ട യാത്രയാണ് എനിക്ക് അതൊരു വല്ലാത്തൊരു കഥയാണ് മദന മദോഹനങ്ങളും പുതുപുതം വിധാനങ്ങളും കൂടിയ ഒരു യാത്രയിലാണ് ഇവൻ ചിരിക്കൂല ഇവന് ഫുള്ള് ടെൻഷൻ പാർക്കിംഗ് അതിന്റെ ഉള്ളിൽ കൂടി തന്നെ ഇതിന്റെ ഉള്ളിൽ കൂടി ഈ റൈറ്റ് സൈഡ് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ടെൻഷൻ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിക്കൊന്നും കൂടാൻ ഒരു ഫുൾ നമ്മൾ എന്ത് ചെയ്യുന്ന വരി നിൽക്കൂല നമ്മളെ ഡ്രൈവർ അതെ പ്രത്യേകിച്ച് ഇവിടെ കണ്ടോ കൈ കണ്ടോ ഓ മൈ ഗോഡ് ഈ കഴിവ് കാണിച്ചു കൊടുക്കണ്ട അടി വിട്ടു പക്ഷെ കഴിവ് തന്നെയാണ് എന്റെ മോനെ ഒരു നമ്പർ ഉണ്ടോ പെട്രോൾ അല്ലല്ലേ ചൈന വണ്ടിയാണോ അത് 40-100 2 ആനക്കുട്ടികൾ ലുക്ക് ഈ ദുബായ് മോളിന്റെ പാർക്കിങ്ങിൽ വന്നാണ്ട് ഈ വണ്ടി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾക്ക് ഇപ്പൊ എവിടെ ഉള്ളത് ഏത് സ്റ്റേജിലാണുള്ളത് വേറെ എവിടെയും കാണാൻ പറ്റൂല അല്ലേ ഓടോ യജാതി സാധനങ്ങളാ ഇവിടെ വന്നൊരു വണ്ടികൾ നോക്കിയാൽ മതി അപ്പൊ മനസ്സിലാവും ഏത് എവിടെ നമ്മളിപ്പോ എവിടെയാണുള്ളത് നമുക്ക് എവിടെ എത്തണം ജീവിച്ചിക്കാട് മുന്നേറാനുള്ള മോട്ടിവേഷൻ വരും ജീവിച്ചു മുന്നേറല്ല പൈസ ഉണ്ടാക്കി നമ്മളെ വണ്ടി നമ്മളെ വണ്ടി അവിടെ പാവം വണ്ടി ഈ കണ്ട വണ്ടികളും അങ്ങോട്ട് ഇന്ന് കേട്ടോ എനക്ക് ഓർമ്മ ഉണ്ടായി നമ്മള് കഴിഞ്ഞ വലിയൊരുന്നാൾക്ക് വന്നത് ഞാനും 5 വർഷത്തും കൂടി ഫാമിലിക്ക് മാത്രമേ എൻട്രി ഉള്ളൂ പറഞ്ഞില്ലേ ആടാ ചില ജുമേറിയിരിക്കണ ടൈമില് അതെ പാർക്ക് ഡൗൺ സൈഡ് P4 നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇല്ല ഇതാണ് സാബിയല്ലുലു ഇതിന് പേരതാണ് സാബിയല്ലുലു ദുബായ് മോളിൽ ചിലപ്പോൾ ഒരു നശിച്ച ഒരു ഏർപ്പാടാണ് പിന്നെന്താ അങ്ങനെ തന്നെ അത് ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ് ഉള്ളില് അതുപോലെ ആൾക്കാർ ഒരു കാറ്റഗറൈസ് കാരണം ഇല്ലാതെ ഒന്നും ഒരു ഇതാക്കൂല നല്ല റഷ് ചെയ്യാറുണ്ട് അവിടെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു പൈസ ഉണ്ടാക്കും എന്താ എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത് ഞാൻ ഭയങ്കരമായിട്ട് സങ്കടം എനിക്ക് ഭയങ്കരമായിട്ട് അത് ഞങ്ങളുടെ കുട്ടി ദുബായ് മാളിൽ നാളെ വരാം മറ്റന്നാൾ വരാം അതിന്റെ പിറ്റേന്ന് എന്തുകൊണ്ട് ഓയിൽക്ക് എന്താ റീസൺ ഇന്ന് അവിടെ ഭയങ്കര റഷാണ് നല്ല ഞായറാഴ്ചവും ദുബായ് മാളിൽ അങ്ങനെ നമ്മളുടെ ദുബായ് പറയാനുള്ളത് എന്താ വെച്ചാല് ഈ ഈദിന്റെ ദിവസങ്ങളില് ഫാമിലി അല്ലാതെ സിംഗിൾസ് ആയിട്ട് കൊണ്ട് വരാൻ നിൽക്കണ്ട മാക്സിമം മിനിമം ഒരു കന്തൂറെങ്കിലും ഇട്ടോ പിന്നെ ഒരു കന്തൂർ ഇട്ടാല് അല്ലെങ്കിൽ ഇവര് കേറ്റൂല അത് എന്താണ് അറിയില്ല റെസ്റ്റോറന്റ് ആവാം പക്ഷെ അവര് കറക്റ്റ് പറയണില്ല റെസ്റ്റോറന്റ് തന്നെയാണ് ആട്ട എന്ന് പറഞ്ഞാൽ ഓൾക്ക് അതിന്റെ ഒരു പ്രഷർ ഉണ്ടാവും ഇത്രയും ആൾക്കാരെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പ്രഷർ ഉണ്ടാവും എത്ര ആൾ കേറിപ്പോയി അതിനകത്ത് ആളൊന്നും പിന്നെ ഇഷ്ടം പോലെ ആൾക്കാർ ദുബായ് മാളാണ് അല്ലാതെ ഈ പാർക്കിംഗ് ഒക്കെ ഇങ്ങനെ കണ്ടക്കണം എന്തെങ്കിലും ശോഭ സിറ്റി അല്ല ദുബായ് മാളാണ് റിദ്വാൻ മാസാവാൻ നോക്കുന്നുണ്ട് പക്ഷെ മാസിന്റെ എമ്മ പോലെ എത്തണില്ല യൂറോപ്പിലൊക്കെ അങ്ങനെയാണ് സ്വന്തമായിട്ട് യൂറോപ്പിലൊക്കെ അങ്ങനെയെന്ന് പറഞ്ഞിരുന്നു സ്വന്തമായിട്ട് പെട്രോൾ അടിക്കലാണ് അടിച്ചു കഴിഞ്ഞാ പൈസ കൊടുക്കണ്ട കാർഡ് യൂസ് ചെയ്യുന്ന ടാബുകാരാണ് എണ്ണ അടിക്കണം ടാബിലാണ് ടാബ് യൂസ് ചെയ്യാം രണ്ടാൾക്കാർ തല്ലൂടാണ് രണ്ടാൾക്കാര് കാർഡ് അടിക്കാൻ വേണ്ടി രണ്ടാൾ തല്ലുകൂടുന്നു കേസ് ഞാൻ അടിച്ചോളാം ഞാനും നീ അടിക്കണ്ട എന്ന് പറയാൻ നിവിനും അതിന് പകരം വെക്കാൻ വേറെ വ്ലോഗർ ഇതുവരെ ഉണ്ടായിട്ടില്ല. ആർക്ക് പകരം വെക്കാന്? അനാൻഷാക്ക് പകരം വെക്കാൻ ഞാൻ കണ്ടതിലിട്ടാ ഓലത്തെ എന്താ പറയാ ഫുൾ ഒറിജിനൽ ആണ്. അഭിനയം എന്ന് പറഞ്ഞ സംഭവം ഇതൊക്കെ ഒക്കെ ഇടും ഞാന്. ഒരാള് വരും അലീഷ ഞാൻ വരും ഒരിക്കൽ ഞാൻ വരും കണ്ടോളി നിങ്ങള് ഒരിക്കൽ
കളിയാക്കിയവരോടും പുച്ഛിച്ചവരോടും എല്ലാം മറുപടിയായിട്ട് ഞാൻ വരും ഒരു നാൾ.